വിധവകളോടാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്കൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വിശ്വസ്തരായ, പറയാൻ സ്വാതന്ത്ര്യമുള്ള ആളുകളോട് നിർബന്ധമായും പറയണം. നിങ്ങളുടെ അറിവിലൊരു വിധവയുണ്ട് എങ്കിൽ അവർക്ക് വിവാഹാലോചനകൾ കൊണ്ടുവരണം. തീർച്ചയായും അവർക്ക് മുൻപുള്ള ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ദുരനുഭവങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പുരുഷനെ വേണം നിങ്ങൾ ആലോചന നടത്താനും വിവാഹം നടത്താനും ഒക്കെ. അപ്പോൾ മുൻപുള്ള അനുഭവങ്ങൾ പോലെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുമെന്ന് ഭയന്നുകൊണ്ട് വിവാഹ ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കരുത്. പലപ്പോഴും ഇന്ന് സമൂഹം എന്ത് പറയുമെന്ന് കരുതി വിവാഹത്തെ ഇഷ്ടമുണ്ടെങ്കിലും അതിനോട് സമീപിക്കാത്തൊരു സാഹചര്യം പല ആളുകളിലും കാണുന്നുണ്ട്. വ്യഭിചാരം വളരെ വലിയൊരു തിന്മയാണ്, അത് പ്രശ്നമാണ്. എന്നാൽ വിവാഹം ഒരു പുണ്യകർമ്മമാണ്. അതുകൊണ്ട് വിവാഹത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സധൈര്യം പ്രാർത്ഥനയോടെ അതിനെ സമീപിക്കുക. അത്തരം ആഗ്രഹങ്ങൾ നിർബന്ധമായി നിങ്ങളുടെ വിശ്വസ്തരോട് നിങ്ങൾ പറയുക തന്നെ വേണം. വിധവകളെ സംരക്ഷിക്കുക, വിധവകൾക്ക് സഹായം ചെയ്യുക എന്നുള്ളത് എന്തെങ്കിലും സാധനം വാങ്ങിക്കൊടുക്കലോ എന്തെങ്കിലും സൊസൈറ്റിയിൽ അവരെ ഏൽപ്പിക്കലോ അങ്ങനെ ഉള്ളതിനേക്കാളും ഏറ്റവും നല്ലത് അവരെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വിധവകളുടെ വിഷയം വളരെ ഗൗരവകരമായി എടുക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് എൻ്റെ ഈ വാക്കുകൾ. അസ്സലാമു അലൈക്കും.